കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു സജിനയുടെയും അതുപോലെ തന്നെ ഫിറോസിൻ്റെയൊക്കെ ഓരോരോ ഇഷ്യൂ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അതിനെപ്പറ്റി ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സജിന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, താൻ പിന്നെ ഒരു പ്രഗ്നൻ്റ് ആയി ഒരു അമ്മയാവാൻ പോകുന്നുള്ള രീതിയിലായിരുന്നു. അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയുടെ ഫോട്ടോ ഇട്ട് കൂടെ നിന്നിട്ടായിരുന്നു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഇതിനെപ്പറ്റിയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. സാധാരണ രീതിയിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ന്യൂസ് വന്നാൽ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നതാണ്. പക്ഷേ ഈ വട്ടം അങ്ങനത്തുള്ള ഒരു കാര്യവുമില്ല. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താണ് വന്നിരിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുത്ത് നല്ലൊരു കാര്യം തന്നെയാണ്. ടോക്സിക്കായ ആൾക്കാരോട് നിൽക്കുന്നതിനേക്കാളുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം നോക്കി പോകുന്നത് തന്നെയാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിനെ പ്രതികരിച്ചോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടോ ഒന്നും ഇതുവരെ ഫിറോസ് ഒരു വീഡിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. എന്തായിരുന്നാലും നല്ലൊരു കാര്യം തന്നെയാണ്. അവരുടെ ജീവിതം അവർ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പല അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. ഇത് ശരിയല്ല, അത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറയുന്നതായിരിക്കും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. നമുക്കെന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറെ അത് ഒരിഞ്ഞിട്ട് തന്നെ പോകും. അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അത് നിൽക്കണം, ജീവിതകാലം മുഴുവനും ഒരാളൂടെ നിൽക്കണം. എന്ത് പറ്റിയാലും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറും. അതുകൊണ്ടെങ്കിൽ രണ്ടുപേരുടെയും ചോയ്സാണ്. ഒരുമിച്ച് തീരുമാനം എടുത്തിട്ട് മാറുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. എന്തായിരുന്നാലും ഈ ജീവിതമെങ്കിലും നല്ല മുന്നോട്ട് പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്.